നമസ്കാരം. ഉക്രൈൻ യുദ്ധം വെറും 24 മണിക്കൂറിനുള്ളിൽ തീർക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് വെറും പാഴ്വാക്കായി തീർന്നിരിക്കുകയാണ്. യുദ്ധം നിർത്തുമെന്ന വാഗ്ദാനമൊക്കെ ട്രംപ് മറന്നിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് നേരത്തെ ആവശ്യപ്പെട്ട വെടിനിർത്തൽ എന്ന നിലപാടിൽ നിന്നും പിന്നോട്ടു പോയത്. റഷ്യയുടെ നിലപാടുമായി യോജിച്ച് ഒരു പൂർണ്ണമായ സമാധാന ഉടമ്പടിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അലാസ്കയിലെ ആങ്കറേജിൽ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് ട്രംപ് എടുത്തിരുന്നത്. എന്നാൽ അലാസ്ക ചർച്ചകൾക്ക് ശേഷം ട്രംപിന്റെ നിലപാടിൽ സമൂലമായ മാറ്റം സംഭവിച്ചു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിനേക്കാൾ മികച്ച മാർഗം ഒരു സമാധാന ഉടമ്പടിയാണ് എന്ന നിഗമനത്തിലേക്ക് താനും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും എത്തിച്ചേർന്നതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഒരു സാധാരണ വെടിനിർത്തൽ പലപ്പോഴും താൽക്കാലികമായി മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു സമാധാന ഉടമ്പടിക്ക് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയും. അതേസമയം ഈ മലക്കം മറിയൽ വന്നത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ്. പുടിനുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇരു നേതാക്കളും പ്രശംസിച്ച പുരോഗതി എന്തായിരുന്നു എന്നത് ഇതുവരെ വ്യക്തമല്ല. ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഈ നീക്കത്തിൽ യൂറോപ്യൻ നേതാക്കൾക്ക് ആശ്വാസമുണ്ടെങ്കിലും ഇത് പുടിന് ഒരു നയതന്ത്ര വിജയം നേടാനും ലോകവേദിയിൽ റഷ്യയുടെ സ്ഥാനം ഉറപ്പിക്കുവാനും സഹായിച്ചു എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ കൗൺസിൽ മുതിർന്ന ഉപദേഷ്ടാവായിരുന്ന ഫിയോണ ഹിൽ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഈ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ദുർബലമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വഴികളിലൂടെയും ട്രംപിന് അവിശ്വസനീയമായ പ്രേരണാ ശക്തിയുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വെടിനിർത്തലിലല്ലാതെയാണ് യോഗത്തിൽ നിന്നും പുറത്തു വന്നത്. റഷ്യൻ നേതാവിന് ചുവപ്പ് പരവതാനി സ്വീകരണം നൽകിയതിനു ശേഷവും ട്രംപ് ഉക്രൈൻ ഒഴികെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പുടിൻ എന്ന ശക്തിയെ ആണെന്നും ഹിൽ കൂട്ടിച്ചേർത്തു. ഈ കൂടിക്കാഴ്ചയോടുള്ള അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമാണ്. പുടിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ദശാബ്ദത്തിനിടെ ആദ്യമായി ഒരു റഷ്യൻ നേതാവിനെ അമേരിക്കൻ മണ്ണിലേക്ക് സ്വാഗതം ചെയ്ത രീതിയും ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചതിനെയും അവർ വിമർശിക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിനെ വ്ളാഡിമിർ പുടിൻ വീണ്ടും കളിപ്പിച്ചതായാണ് തോന്നുന്നത്. സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റിയിലെ ഡെമോക്രാറ്റിക് അംഗം ജീൻ ഷഗൻ പ്രകാരമാണ് വ്യക്തമാക്കിയത്. ഒരു കൊലപാതകിയായ സ്വേച്ഛാധിപതിയെ ട്രംപ് ഊഷ്മളമായി സ്വാഗതം ചെയ്തു. പകരം ഒന്നും നേടുന്നതായി റിപ്പോർട്ടുകളില്ല. ട്രംപ് നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് കർശന ഉപരോധങ്ങൾ പാസാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷികളായ റിപ്പബ്ലിക്കന്മാർ ഉച്ചകോടിയോട് വലിയ പ്രതികരണങ്ങൾ നൽകിയിട്ടില്ല. സംയമനം പാലിച്ച പലരും തുടർ ചർച്ചകൾക്കും ക്രിയാത്മക നടപടികൾക്കും ആഹ്വാനം ചെയ്തു. അലാസ്കയിൽ നിന്നുള്ള സെനറ്റർമാർ ലിസ മുർക്കോവ്സ്കി ഉച്ചകോടിയിൽ നിന്നും വളരെ കുറഞ്ഞ വിവരങ്ങളാണ് ലഭിച്ചതെന്നും ഭാവിയിലെ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള സൂചനകൾ പ്രോത്സാഹജനകമാണെന്നും അഭിപ്രായപ്പെട്ടു. ഉക്രൈനിലെ സ്വതന്ത്രമായ ചർച്ചകൾ പങ്കെടുക്കുകയും അതിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയും വേണമെന്നും അവർ വ്യക്തമാക്കി. ട്രംപിന്റെ പുതിയ നിലപാട് ലോകത്തെ വലിയ ആശയക്കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന മുൻ പ്രസ്താവനകളിൽ നിന്നും പിന്നോട്ടു പോയത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിന് വലിയ തിരിച്ചടിയാണോ അതോ കൂടുതൽ പ്രായോഗികമായ ഒരു സമീപനമാണോ എന്നത് വരും ദിവസങ്ങൾ മാത്രമേ വ്യക്തമാകൂ. റഷ്യയ്ക്ക് കൂടുതൽ സമയം നൽകി എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പോകാനുള്ള പുതിയ നീക്കം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏക പോംവഴിയാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഉച്ചകോടി ട്രംപിന്റെ ഒരു രാഷ്ട്രീയ പരാജയമാണോ അതോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുടിനോടുള്ള നിലപാടിൽ അയവ് വരുത്താൻ ഒരു അവസരമാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച